എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ചേട്ടനെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് അവരെന്നെ കൊണ്ടു നടന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ തന്നു. കാരണം എനിക്ക് അവരുടെ കീഴിൽ വലിയൊരു ആളാണ്. കുറെ കഴിയുമ്പോൾ അവരെന്നെ തേച്ചു, എന്നെ ഒഴിവാക്കി വിട്ടു. ആഫ്റ്റർ 3 years. അപ്പോൾ ഞാൻ എവിടെ പോയി പരാതിപ്പെടും? എനിക്ക് ആരും നീതി തരും? എന്താണ് ചേട്ടാ, നമുക്കൊരു നീതിയില്ല, അവർക്ക് വേറെ നീതി. എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ? ശരി, എങ്ങനെ കാര്യങ്ങൾ ശരിയാവുക? അതെന്താ, പുരുഷന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല? സുധീരേട്ടാ, നമുക്ക് അടുത്ത് തന്നെ ഒരു MCC തുടങ്ങണം, മെൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നും പറഞ്ഞിട്ട്. ഈ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ, പുരുഷന്മാർക്കും ഇല്ല ഈ പറഞ്ഞ പീഡനങ്ങളും കാര്യങ്ങളും സെക്ഷൽ ഹരാസ്മെന്റും ഒക്കെ സിനിമയിലും പറഞ്ഞ എല്ലാ എന്താ പറയുക, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഉണ്ട്. ഈ ഒരു MCC ഒരു WCC ഉള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പുറത്തു വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു ഹേമ മാറ്റിയിട്ട് നമുക്ക് വല്ല രാജൻ കമ്മിറ്റിയോ അങ്ങനെയെങ്കിലും ഒരു കമ്മിറ്റിനെ കൊണ്ടുവന്നേ പറ്റൂ അടുത്ത് തന്നെ. എന്നിട്ട് നമുക്ക് മലയാള സിനിമയിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന അവർ പോകുന്ന വഴികളിലൂടെ ഒക്കെ നമുക്ക് പോയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് ഇറക്കണം. അപ്പം നമുക്കറിയാം മലയാള സിനിമയിൽ ഉള്ള സ്ത്രീകളുടെ അവസ്ഥയും കൂടെ. ഇപ്പം നമ്മൾ സംവിധായകന്മാരെയും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെയും മൊത്തം എന്താ പറയുക നടന്മാരെയും ഒക്കെ എടുത്തിട്ടില്ലേ, ഇനി നമ്മുടെ മലയാള സിനിമയിലുള്ള നടിമാരെയും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയും ഒക്കെ സ്ത്രീകളായിട്ടുള്ളവർ എങ്ങനെയൊക്കെ പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളതും കൂടെ നമുക്കൊന്ന് അറിയണം. നമ്മൾ സുധീരേട്ടൻ പറഞ്ഞ പോലെ 6 പാക്കും ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പഠിച്ചു വരുന്നവരോട് ഞാൻ പറയും എനിക്ക് തുറ നന്നായി വരാന്ന് പറയും. എന്തേ പെൺകുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്. ചേട്ടൻ്റെ തല്ലുമെന്ന് എനിക്കറിയില്ല. വന്നവർക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലവും ഇതൊക്കെ എഴുതി തരാം, പുള്ളിയെ വിട്ടുകൊടുക്കുമെന്ന് ചോദിച്ചു. അമറില്ല, അയാളെ അതെങ്കിലും ഒരുത്തി പുള്ളിയുടെ കൂടെ വന്നാൽ പുള്ളി ആണാണ്, അതിനെ പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യം തിരിക്കുന്നു. ഇത് ആരുടെയൊക്കെ റൂമിലാണ് ആരൊക്കെ തട്ടിയത്, ആരൊക്കെ ആരുടെ കൂടെ, ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നെ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ജോലി എന്റെ ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം. എനിക്ക് അവരുടെ കൂടെ പോകാൻ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പം എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു MCC സ്റ്റാർട്ട് ചെയ്യില്ലേ നമ്മള്? അതെ, പുരുഷന്മാർക്കും ഉണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ, ഇത് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. എത്ര പേര് പുറത്തോട്ട് വന്ന് പറയുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. കണ്ടില്ലേ, ഇപ്പം പുള്ളി വന്ന് പറഞ്ഞ പോലെ പുള്ളി ഓക്കെ ആയിരുന്നു, കാശ് കിട്ടിയാൽ കൂടെ പോകാൻ റെഡി ആയിരുന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ കാരണം ഇങ്ങനത്തെ പല എന്താ പറയുക ഡയറക്ടേഴ്സിൻ്റെ അടുത്തുനിന്നും മറ്റുള്ള പല നടിമാരുടെ അടുത്തു നിന്നൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരും കാണുമായിരിക്കും. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാണ്ടിരിക്കുന്നുമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളും ഒരു സംഘടന തുടങ്ങണം. എനിക്ക് പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത്, നിങ്ങളൊരു കമ്മിറ്റി റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒരു സമിതിനെ രൂപീകരിക്കുക, എന്നിട്ട് അതിൽ 3 പുരുഷന്മാരെ വെക്കുക, എന്നിട്ട് അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കും. ഒരു പാലിടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണ്ടേ? ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ വൺ വേ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഞാനിത് ഹേമ കമ്മിറ്റിനെ കളിയാക്കാൻ വേണ്ടി പറയണമെന്നല്ല കേട്ടോ. ഇങ്ങനൊരു ഇന്നിപ്പോൾ ഈ സുധീർ എന്ന് പറഞ്ഞ നമ്മുടെ ഈ നടൻ്റെ ഇങ്ങനത്തെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ ചിന്തിച്ചു പോയൊരു കാര്യമാണ്. എല്ലാ സൈഡിലും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ പെർസെൻറ്റേജ് കുറവായിരിക്കും. ഈ പറഞ്ഞ പുരുഷന്മാർ കാണിച്ചു കൂട്ടുന്ന ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും അവിടെയും കാണും പറഞ്ഞ പോലെ കേസുകളൊക്കെ. അപ്പോൾ അതും കൂടെ പുറത്ത് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ രംഗം കൊഴുപ്പിക്കാമല്ലോ 2 സൈഡിൽ നിന്നൊരു ഫൈറ്റ് വരുമ്പോൾ. അല്ലാതെ ഇപ്പോൾ സർക്കാരൊന്നും മിണ്ടുന്നൊന്നുമില്ല, പ്രത്യേകിച്ച് നടക്കുന്ന കാര്യത്തിനെ പറ്റി എന്ത് ചെയ്യാക്കാന്നുള്ള അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ 2 സൈഡിൽ നിന്നും 2 ഗ്രൂപ്പാക്കിയൊക്കെ തിരിക്കാം, എന്നിട്ട് യുദ്ധത്തിന് പടയൊരുക്കം കൂട്ടാം, അല്ലേ?